ഹായ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. സിമ്പിളായി ഒരു തോരനാണ് കേട്ടോ. 2 പടവലങ്ങയുണ്ട്, അത് വെച്ചിട്ട് തോരൻ വെക്കണം. എങ്ങനെ വെക്കുക നോക്കാം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണട്ടെ. നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സ് ഫാമിലിക്ക് ഷെയർ ചെയ്ത് കൊടുക്കണേ. നമ്മുടെ വീഡിയോ ഫേസ്ബുക്കിൽ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യണേ. നന്നായി കഴിയുന്നതാണ് കേട്ടോ പടവലങ്ങ. നല്ല മഞ്ഞപ്പൊടി വെള്ളത്തിലിട്ട് കഴുകിയതാണ്. എന്തൊക്കെ ചിരിക്കുന്നത്. നല്ല പടവലങ്ങ കേട്ടോ, മൂത്തിട്ടില്ല. കത്തി വയ്ക്കുമ്പോഴേക്കും ഭീമന് പോകും. കത്തിയുടെ മുറിച്ച് കൊണ്ടല്ല, കത്തി മുറിച്ചില്ല. ചിരി വിട്ടിട്ടൊരു കളിയില്ല. ഇത് ആരോഗ്യത്തിന് നല്ലതാണ്. കുറച്ച് തേങ്ങ തോരന് കുറച്ച് തേങ്ങ വേണം. ചാറിന് വേണ്ടേ? ചാറിന് വേണ്ടേ? ചാറിന് വേണ്ട, സിമ്പിൾ കറിയാണ്. ഞാൻ വീഡിയോ എടുക്കുമ്പോൾ അപ്പുറത്തിരുന്ന് വരച്ചോണ്ടിരിക്കുകയാണ്. സ്കൂൾ അടച്ചപ്പോൾ തുടങ്ങി വരയ്ക്കലാണ്. വേറെ പണിയൊന്നുമില്ലല്ലോ. ചെറിയ എടുക്കട്ടെ. തോരൻ വെക്കാം. കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കട്ടെ. എണ്ണ ചൂടാവട്ടെ. കടുക് ഇട്ട് കൊടുക്കാം. ഒരു ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ്, രണ്ട് വറ്റൽമുളക്, കറിവേപ്പില, ഒരു ചെറിയ സവാള, ഒരു 3 പച്ചമുളക്, ഉള്ളി നന്നായി വാടി വരട്ടെ. ഉള്ളി മൂത്ത് വന്ന് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടി, രണ്ട് പടവലങ്ങ കേട്ടോ. ഉപ്പിട്ട് കൊടുക്കുക. ഒന്ന് വേഗട്ടെ അടച്ചു വെച്ചു. പടവലങ്ങ വന്താൻ നോക്കാം. വെള്ളമൊന്നുമില്ല കേട്ടോ, ഉണ്ടാവും ഡ്രൈ ആയി. കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുക. സൂപ്പർ തോരൻ. പടവലങ്ങ തോരൻ ഇതുപോലെ വെക്കാത്തവരൊന്ന് വെച്ച് നോക്കട്ടെ, സൂപ്പർ ടേസ്റ്റാണ്. അതെ അതെ. നല്ല ഡ്രൈ ആയി. പടവലങ്ങ തോരൻ റെഡി ആയിട്ടാണ്. അസാദി രുചി. ചീര താളിപ്പ് ഉണ്ടാക്കട്ടെ. ചോറ് ഊറ്റി എടുക്കട്ടെ. ഇത് കാമ്പൂല കേട്ടോ. ഇല്ലേ
വെള്ളത്തിന് ആവശ്യം കൊടുക്കാം. എന്താ അടുപ്പിൽ തന്നെ വെച്ച് കൂട്ടിന് കുറച്ച് വേണം അപ്പം അതിൻ്റെ ഇവിടെ നിന്ന് അപ്പോൾ ഈ ഫസ്റ്റ് ആവണത് വേവില്ലല്ലോ. അത് ഇനി ഇതിൻ്റെ മുകളിലിടുമ്പോൾ ശരിയായിക്കോളും. അല്ല എന്ത് എന്നാൽ വെള്ളരിയാ ഗൈസ് ബിരിയാണി അരി. ഇത് തീർന്നു പോയി. യാ കുറച്ചും കൂടി ചീര കിട്ടിയിട്ടാ. എല്ലാ ഇല ചുരുളാണ് കണ്ട. പുഴു ആയിട്ടില്ല, ചുരുളുമ്പോൾ ഒരു പേടി. പുഴു വരുന്നു. അത് കുറേ നാളായി വെട്ടിക്കളയണം. നമുക്കൊരു താളിപ്പില്ലാത്തൊരു താളിപ്പുണ്ടാക്കാം. മോട്ടർ ഇട്ടു അപ്പുറത്ത്. ഇതൊക്കെ വലിക്കട്ടെ. ചീര മുറിച്ചെടുത്തിട്ട് ഗായ്സ് കുറച്ച് ഒരു പിടി ചീര കിട്ടിയിട്ടാ. സ്വന്തം തോട്ടത്തിൽ നിന്ന് താളിപ്പുണ്ടാക്കും. താളിപ്പ് നല്ല ടേസ്റ്റാണ്. അതാണ് ദിവസം താളിപ്പ്. ദിവസമല്ല കേട്ടോ, ഇടയ്ക്കിടയ്ക്ക് കിട്ടുമ്പോൾ വാങ്ങിക്കുമ്പോൾ കറി വയ്ക്കാം. അതെ അതെ വാങ്ങിക്കൊന്നും ചെയ്ത് താളിപ്പുണ്ടാക്കിയ രസമുണ്ടാവില്ല. വാങ്ങിക്കുമ്പോൾ കറി വയ്ക്കുന്നത് കൂടുതൽ കിട്ടിക്കഴിഞ്ഞാൽ കറിയും വെച്ചിട്ടാണ്. കുറച്ച് കിട്ടുമ്പോൾ മഴ പെയ്തു. അപ്പോൾ നന്നായി കിളിർത്ത് നിൽക്കണം. അപ്പോൾ രാവിലെ വെച്ചിട്ട് അത് വലിക്കാനൊരു മോഹം. അമ്മയ്ക്ക് ചീര ഇങ്ങനെ ഒന്ന് വിരിഞ്ഞ് നിൽക്കണാണ് ഒരു സമാധാനമില്ല. ചീര വിചാരിക്കണ്ട എന്നെ ഒന്ന് തല പൊക്കാൻ സമ്മതിക്കില്ല. അപ്പോഴേക്കും അരിഞ്ഞെടുക്കുന്നത്. കാലത്ത് ഞാൻ നനച്ചു കൊടുത്തു. ഇന്നലെ മഴ പെയ്തില്ല കേട്ടാ. ഇവിടെ മഴ പെയ്തുട്ടാ. ഇന്നലെ എൻ്റെ ചോറ് വെള്ളം തിളച്ചു. വയ്ക്കാനുള്ള വെള്ളം തിളച്ചിട്ടാ. ഊള് തിളക്കുന്നുണ്ടാവും. ബുളു ബുളു ബുളുന്ന്. എൻ്റെ അമ്മ വേഗം തിളച്ചു. ചോറ് വേഗം വന്നേ. റേഷനരി വെള്ളം ഇരിക്കണം. വേഗം വന്നു. ചീര താളിപ്പുണ്ടാക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കട്ടാ. എണ്ണ ചൂടാവട്ടെ. എണ്ണ ചൂടായി. ഒരു 10 ചെറിയ ഉള്ളി ഇട്ടാ ചതച്ചത്. 5-6 വെളുത്തുള്ളി. ഒരു 4 പച്ചമുളക്. നന്നായി വാടി വരട്ടെ. ഉള്ളിയൊക്കെ മൂത്ത് വന്നു കേട്ടാ. ഇതിലേക്ക് കഞ്ഞിവെള്ളം ഒഴിച്ച് കൊടുക്കുക. ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. തിളക്കട്ടെ നന്നായിട്ട്. കഞ്ഞിവെള്ളം നന്നായി തിളച്ചു വിട്ടാകും. ഇനി ചീരയിട്ട് കൊടുക്കുക. കുറച്ച് ചീരയുള്ളൂ. ചീര കൈ കൊണ്ട് പിച്ചിടണം കേട്ടോ. അതാ ടേസ്റ്റ്. അതെ ഒന്ന് വേകട്ടെ. നമ്മുടെ താളിപ്പ് റെഡി ആയിട്ടാ. ചീര താളിപ്പ് അടിപൊളിയാണത്. ഓഫാക്കുക. ഇനി ചോറിന് പടുപളങ്ങ തോരന് അല്ലേ ചീര താളിപ്പ്. ഇന്നത് മാത്രമേ ഉള്ളൂ കേട്ടാ. ഉച്ചയായി ഞങ്ങൾ ഊണ് കഴിക്കണം. കാട്ടിന് പണിയുണ്ട്. ഞങ്ങൾ ഊണ് കഴിക്കട്ടെ. സൂപ്പർ ടേസ്റ്റ് കേട്ടോ. ഈ ചീര താളിപ്പ് വെക്കാത്തവരൊന്ന് വെച്ച് നോക്കുക. അടിപൊളി പരിപാടി തോരൻ. നല്ല ടേസ്റ്റ് ഉണ്ട്. സിമ്പിളാണെങ്കിൽ അടിപൊളി. അപ്പോൾ ഞങ്ങൾ ഊണ് കഴിക്കട്ടെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. എല്ലാവർക്കും ടാറ്റ. ബൈ ബൈ.